ഇന്ന് CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയേറുകയാണ് കൊല്ലത്ത്. CPIM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക കൊടിമര ജാഥകൾ ഇന്ന് വൈകിട്ടെത്തും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ പതാക ഉയർത്തും. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. സംസ്ഥാനത്ത് കണ്ണൂർ കഴിഞ്ഞാൽ CPIMന് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി വിഭാഗീയ നീക്കങ്ങൾ മുളയിലെ നുള്ളിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPIM കടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര പതാക ജാഥകൾ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ സമാപിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ പതാക ഉയർത്തും. തുടർന്ന് ജില്ലയിലെ 23 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖായാത്രകൾ സംഗമിച്ച് പ്രതിനിധി സമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സ്ഥാപിക്കും. നാളെ പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPIM കോർഡിനേറ്റർ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുള്ള 486 പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളുമടക്കം 530 പേർ സമ്മേളനത്തിന്റെ ഭാഗമാകും. 24 കൊല്ലം. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന സമ്മേളനം എന്ന് പറയാം ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം. കാരണം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകാൻ പോവുകയാണ്. മറ്റൊന്ന് 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തേക്ക് വരുന്ന സംസ്ഥാന സമ്മേളനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ, ഒപ്പം തന്നെ ഏതൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാകും? അതിൽ ഏറ്റവും അവസാനം വന്ന ഈ പ്രായപരിധി വിഷയങ്ങളിലൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൽ ഏത് രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്? പ്രജിൻ, സ്മിത, ഗുഡ് മോർണിംഗ്. CPIMൻ്റെ കൊല്ലത്തെ സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി. ഇന്ന് ദീപശിഖ പതാക കൊടിമര ജാഥകൾ വൈകുന്നേരം പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗർ, അത് ആശ്രമ മൈതാനിയാണ്. ആശ്രമ മൈതാനിയിൽ സംഗമിക്കുന്നതോടെയാണ് ഇവിടുത്തെ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടികൾക്ക് തുടക്കമാകുന്നത്. അവിടെ പൊതുസമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാനും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ KN ബാലഗോപാലാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത്. ഇതോടുകൂടി സമ്മേളനം അതിൻ്റെ ഔദ്യോഗികമായ നടപടികളിലേക്ക് കടക്കുകയാണ്. കയ്യൂരിൽ നിന്നാണ് പതാക ജാഥ കൊല്ലത്തേക്ക് വരുന്നത്. M സ്വരാജ് നയിക്കുന്ന പതാക ജാഥ ഇന്ന് രാവിലെയോടുകൂടി കൊല്ലം നഗരത്തിലേക്ക് എത്തും. ഒപ്പം തന്നെ വയലാറിൽ നിന്നുള്ള ദീപശിഖ യാത്രയും ഇന്നലെ വൈകുന്നേരം കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ശൂരനാട് രക്തസാക്ഷി കുടീരത്തിൽ നിന്നാണ് കൊടിമരം കൊണ്ടുവരുന്നത്. അതിനുള്ള കൊടിമര ജാഥ രാവിലെ 9 മണിക്ക് ശൂരനാട് രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് ആരംഭിക്കും. അങ്ങനെ ഈ 3 ജാഥകളും പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ, അതായത് ആശ്രമ മൈതാനിയിൽ സംഗമിക്കും. അതിനുശേഷമാണ് പതാക ഉയർത്തൽ. മറ്റന്നാൾ രാവിലെ 10 മണിക്കാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. കേരളത്തിലെ 5,64,000 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 480 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 44 നിരീക്ഷകരും അതിഥികളുമുണ്ട്. അങ്ങനെ മൊത്തം 530 പേരായിരിക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. കൊല്ലം ടൗൺ ഹാളാണ് പ്രതിനിധി സമ്മേളനത്തിൻ്റെ വേദി. ആ വേദിക്ക് കോടിയേരി ബാലകൃഷ്ണൻ, അന്തരിച്ച CPIMന് പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അവിടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിൻ്റെ ഭാവി വികസനം സംബന്ധിച്ച് അവതരിപ്പിക്കുന്ന രേഖയായിരിക്കും. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പേരിട്ടിരിക്കുന്ന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. CPIMൻ്റെ എറണാകുളം സമ്മേളനത്തിലും നവകേരളത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന പേരിൽ ഒരു രേഖ അവതരിപ്പിച്ച് ചർച്ച ചെയ്തിരുന്നു. ആ രേഖയിലാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിവാദമായ സ്വകാര്യ സർവകലാശാലയ്ക്ക് കേരളത്തിൽ അനുമതി നൽകാം എന്നുള്ള ആ നിർദ്ദേശം, നയപരമായ നിർദ്ദേശം ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവതരിപ്പിക്കുന്ന നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖയും വളരെ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം പുതിയ നയംമാറ്റത്തിൻ്റെ, പുതിയ നിലപാട് മാറ്റത്തിൻ്റെ എന്ത് സൂചനയാണ് ഈ രേഖ തരാൻ പോകുന്നത്? ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് CPIM സ്വീകരിക്കാൻ പോകുന്ന പുതിയ നയം എന്താണ് എന്നതിൻ്റെ ഒരു ദിശാസൂചികയായി ഈ രേഖ മാറും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ 3 വർഷത്തെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും നടക്കും.